ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠത്തിലെ 3ാമത്തെ പാർട്ടാണ് വിശദീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മാളിയായ ഫീലുകളും മുലാരിയായ ഫീലുകളും ഉണ്ട്. അപ്പോൾ ഖറഅ എന്നത് മാളിയാണ്, യഖ്റഉ എന്നത് മുലാരിയാണ്. അതുപോലെ ഓരോ ഫീലും അതിൻ്റെ മാളിയും മുലാരിയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ വിശദീകരിച്ചു. ഇനി അടുത്തത് ചില ഉദാഹരണങ്ങളാണ്. ആ ഉദാഹരണങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി. ഹമീദ് മദ്രസയിലേക്ക് പോയി. അപ്പോൾ അതിലുള്ളത് ദഹബ എന്നത് മാളിയായ ഫേലാണ്. രണ്ടാമത്തത് ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 10 വർഷം താമസിച്ചു. അതിൽ ആഷ എന്നുള്ളത് മാളിയായ ഫേലാണ്. മൂന്നാമത്തത് ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബി ഉറു സംസം. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. അതിൽ ഹഫറ കുഴിച്ചു എന്നത് മാളിയായ ഫീലാണ്. ഇഷ്തറ അബി മിന്ദിരൻ. എൻ്റെ പിതാവ് പുതിയ ടവൽ വാങ്ങിച്ചു. അതിൽ ഇഷ്തറ വാങ്ങിച്ചു എന്നത് മാളിയായ ഫീലാണ്. അടുത്തത് അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ ഫജ്രി. മുഅദ്ദിൻ സുബ്ഹി ബാങ്ക് വിളിച്ചു. അദ്ദന അത് വിളിച്ചു, ബാങ്ക് വിളിച്ചു എന്നത് അത് ഫീലാണ്, മാളിയായ ഫീലാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ എന്താണ്, മാളിയായ ഫീലുകളാണ്. ഒന്നാമത്തിൽ ദഹബ, രണ്ടാമത്തിൽ ആഷ, മൂന്നാമത്തിൽ ഹഫറ, നാലാമത്തിൽ ഇഷ്തറ, അഞ്ചാമത്തിൽ അദ്ദന. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എല്ലാം മാളിയായ ഫീലുകളാണ്. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ ഉദാഹരണം കണ്ടോ. അതിൽ യദ്ഹബു അബി ഇല സൂക്കി. എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും. അത് ഭാവിയാണ്, മുലാരിയായ ഫീലാണ് യദ്ഹബു. ഫ്യൂച്ചർ ടെൻസാണ് അല്ലേ. നേരത്തെ പറഞ്ഞത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ ദഹബ പോയി എന്നാണെങ്കിൽ യദ്ഹബു എന്താണ്, പോകും അല്ലെങ്കിൽ പോകുന്നു എന്നാണ്. രണ്ടാമത്തത് യൽബസു നൗഫലും ബിദ്ലത്തുൻ റസ്മിയ. നൗഫൽ സ്കൂൾ യൂണിഫോം ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും. മൂന്നാമത്തത് യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. ഉസ്താദ് കുട്ടികളോട് സലാം പറയുന്നു അല്ലെങ്കിൽ പറയും. അതിൽ യുസല്ലിമു എന്നത് മുലാരിയായ ഫീലാണ്. അൽ അബു യർഹമുൽ ഔലാദു. പിതാവ് കുട്ടികളോട് കരുണ കാണിക്കുന്നു. അപ്പോൾ അതിൽ യർഹമു എന്നുള്ളത് എന്താണ്, മുലാരിയായ ഫീലാണ്. അപ്പം നേരത്തെ പറഞ്ഞത് മാളിയായ ഫീലുകളാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് എന്താണ്, നേരത്തെ പറഞ്ഞത് മാളിയായ ഫീലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് മുലാരിയായ ഫീലാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് മാളിയായ ഫീൽ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ദഹബ എന്ന് പറയണം അല്ലെങ്കിൽ എഴുതണം. രണ്ടാമത്തിൽ അതുപോലെ തന്നെ ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന എന്ന ഉദാഹരണം തന്നിട്ട് അതിൽ നിന്നും മാളിയായ ഫീൽ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആഷ എന്ന് ഉത്തരം എഴുതണം. അതുപോലെ ഹഫറ ജിബ്രീലു അലൈഹിസ്സലാം ബി ഉറു സംസം എന്ന് ചോദിച്ചാൽ അതിൽ ഹഫറ എന്നത് എഴുതുക. അപ്പോൾ ഇതിൽ ചോദ്യം വരിക പൂരിപ്പിക്കാനായിരിക്കും. ഡാഷ് ഹമീദുൻ ഇലൽ മദ്രസത്തി ഡാഷ് നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന അങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പൂരിപ്പിക്കാനുള്ളത് എടുത്ത് എഴുതുക. രണ്ടാമത്തും അതുപോലെ തന്നെ യദ്ഹബു അബി ഇല സൂക്കി. എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും. അപ്പോൾ അവിടെ ഡാഷ് എന്നുള്ളത് യദ്ഹബു എന്ന് എഴുതുക. രണ്ടാമത് യൽബസു നൗഫലും ബിദ്ലത്തുൻ റസ്മിയ. അപ്പോൾ അത് ചോദ്യം വരിക എങ്ങനെ, ഡാഷ് നൗഫലും ബിദ്ലത്തുൻ റസ്മിയ. അപ്പോൾ നിങ്ങളുടെ ഫീൽ യൽബസു എന്ന് എഴുതുക. അതുപോലെ തന്നെ ഇത് ബ്രാക്കറ്റിൽ തരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി എന്ന് തന്നിട്ട് ബ്രാക്കറ്റിൽ ദഹബ യദ്ഹബു എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മാളിയായത് തിരഞ്ഞെടുക്കാൻ ആണെങ്കിൽ നിങ്ങൾ എന്താക്കണം, ദഹബ എന്ന് എഴുതുക. അല്ലെങ്കിൽ മുലാരി ആണ് തിരഞ്ഞെടുക്കാനുള്ളതെങ്കിൽ യദ്ഹബു എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാളി മുലാരി എന്നത് പ്രത്യേകമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ഭാഗം ഇതിന് എങ്ങനെയാണ് ടോപ്പ് പ്ലസ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ്.
അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.